ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമായിരിക്കുന്നോ? ഞാനപ്പോൾ കുട്ടികളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് നേരെ മേലാമുറി മാർക്കറ്റിൽ വന്നു കേട്ടോ. എൻ്റെ വീഡിയോ ഒന്നും കാണുന്നവർക്കറിയാം, ഞാൻ കുട്ടികളെ രാവിലെ സ്കൂളിൽ വിടാൻ വരുമ്പോൾ നേരെ അങ്ങാടിയിലോട്ടാട്ടോ തിരിച്ചു വരുന്നത്. അപ്പോൾ കടയുള്ളതുകൊണ്ട് കടയ്ക്ക് സാധനങ്ങൾ എടുക്കാനും പിന്നെ നമുക്ക് പാക്കിങ്ങിന് ആവശ്യമുള്ളതോ അല്ലെങ്കിൽ പാക്ക് ചെയ്ത സാധനങ്ങൾ കടയിൽ വെച്ചൊക്കെ തീർന്നു പോയോ നോക്കാൻ, അങ്ങനെ കുറേ ജോലിയൊക്കെ തീർന്നിട്ടേ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. പൂജ തുടങ്ങുന്നതിന് മുമ്പേ സ്റ്റിക്കറൊക്കെ അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പൂജയായിട്ട് അവധിയായിരുന്നല്ലോ. അപ്പോൾ അവധിയൊക്കെ കഴിഞ്ഞ് എന്തായാലും ഞാൻ സ്റ്റിക്കർ എടുക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഇനി ബോർഡും കൂടെ മേടിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു ഷോപ്പിലേക്ക് നമുക്ക് സാധനങ്ങൾ കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് കൊടുക്കണേ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട്സ് ഈ ബോർഡൊക്കെ എവിടെ നിന്നാണ് മേടിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ നമ്മുടെ പാലക്കാടുള്ള പേപ്പർ ഹൗസ്. ഇതുപോലുള്ള ഷോപ്പുകൾ വേറെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ഡ്യൂപ്ലെക്സ് ബോർഡ് കിട്ടുന്നത്. അങ്ങനെ ഡ്യൂപ്ലെക്സ് ബോർഡ് എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ രാവിലെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഈ ചലാൻ പേപ്പറുകളും ഒക്കെ ഇവിടെ നിന്നാണ് കേട്ടോ ആളുകൾ മേടിച്ചുകൊണ്ട് പോകുന്നത്. ഓഫീസ് യൂസിനുള്ള പേപ്പറുകളും അതുപോലെ ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ മേട്ടുപ്പാളയം സ്ട്രീറ്റാണ് കേട്ടോ, പാലക്കാട് ടൗണിലുള്ള. അപ്പോൾ അവിടെ ഒരു കടയിലേക്ക് സാധനങ്ങൾ കൊടുക്കാനുണ്ട്. ജസ്റ്റ് എടുത്ത് കയ്യിൽ വെച്ചാണ്. മറ്റേ വേറൊരു കടയിലും കൂടെ ഉണ്ട് അവിടെ കൊടുക്കാനെടുത്ത്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ബോർഡ് എടുത്ത് കയ്യിൽ വെച്ചതാണ്. തീർന്നെങ്കിൽ വേറെ ഏതെങ്കിലും കടയിൽ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പോയ ഉടനെ ഫോൺ എടുത്ത് അവിടെ വീഡിയോ പിടിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്ത് കേട്ടോ. അപ്പോൾ അവിടെ തിക്ക ചോദിക്കുക, ഇതെന്താ ഫോൺ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നതെന്ന്. അപ്പോൾ അവർക്കറിയില്ലല്ലോ ഞാൻ വളർന്നു വരുന്ന ഒരു യൂട്യൂബറാണെന്ന്. അപ്പോൾ ഇന്ന് എന്താണെന്നറിയില്ല, രാവിലെ തന്നെ നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുഖമെല്ലാം മറച്ച് കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ട് എന്നിട്ടാണ് പോയത്. എന്താണെന്ന് വെച്ചാൽ വെയിലത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ കറുപ്പ് മൊത്തം വേറെ കളറായി പോകൂലേ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പൈസയൊക്കെ മേടിച്ച ശേഷം നമ്മളതാണ്ട് ഈ കടയിലാണ് കേട്ടോ. അപ്പോൾ കട പകുതി തുറന്ന് വെച്ചിട്ട് ആളപ്പുറത്ത് എവിടെ നിൽപ്പുണ്ട്. ഇവിടെ സാധനം കൊടുക്കാനായിട്ട് വന്നതാണ്. സ്വന്തമായിട്ടൊരു വരുമാനം എല്ലാ വീട്ടമ്മമാരുടെയും ആഗ്രഹമായിരിക്കില്ലേ. അപ്പോൾ ഈ ഒരു കച്ചവടമല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ പരിശ്രമിച്ചാൽ നമ്മളെക്കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല. അതാണ് എനിക്ക് ഈ ഒരു ഇതിൽ നിന്നും മനസ്സിലായത്. പിന്നെ നമ്മളെ കൊണ്ട് ഇനി പഴയ കണക്ക് രാവിലെ ഇറങ്ങി വൈകിട്ട് വരുന്ന കണക്ക് ജോലിക്കൊന്നും എല്ലാം ഇട്ടെറിഞ്ഞ് പോകാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ തന്നെ മുതലാളിയും നമ്മൾ തന്നെ തൊഴിലാളിയും. ഇതിലാരും നമ്മളെ കൊണ്ട് ഒന്നും ചോദിക്കാനും വരില്ല, പറയാനും വരില്ല. കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്തിനാ ഈ സഞ്ചിയും തൂക്കിയിട്ട് ഈ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കടയിൽ കൊണ്ട് നടക്കുന്നത്, നിനക്ക് വല്ല ജോലിക്കും വെക്കൂടായോ എന്ന്. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഇതെൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു വരുമാനമാണ്. അതിലുപരി എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. എൻ്റെ എല്ലാമാണ് എൻ്റെ ഈ ഒരു ബിസിനസ്. പിന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട്, അതായത് ഒരു വീട്ടമ്മ എന്ന് പറയുമ്പോൾ ഒരുപാട് ജോലികൾ കാണില്ലേ. മക്കളുടെ കാര്യങ്ങളാണെങ്കിലും വീട്ടു ജോലിയാണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൂടെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. എന്താ അല്ലേ, മുതലാളിയും തൊഴിലാളിയും നമ്മൾ തന്നെയല്ലേ. ആരും ഒന്നും ചോദിക്കാനും പറയാനും ഒന്നും വരില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്താൽ മതി, ചെയ്തില്ലെങ്കിൽ നമുക്ക് വരുമാനം കിട്ടില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ കടയത്തേക്ക് ഉണക്കമീൻ മേടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഉപ്പ് വാരിയിട്ടിട്ടുണ്ട് ഗൈസ്. ഇഷ്ടം പോലെ ഉപ്പാണ്. ഇതാ സ്രാവ്, അങ്ങനെ ഒരുപാട് സൈസ് ഉണക്കമീനുകളുണ്ട്. ദാണ്ടെ ഉണങ്ങാൻ വെയിലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ല വെയിലുണ്ട്, ഉണങ്ങി കിട്ടും. അപ്പം ഞാനേ ഈ ഒരു ഷോപ്പിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആരെങ്കിലും കാണണമെങ്കിൽ എൻ്റെ ചാനലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയേ. അപ്പോൾ സ്രാവ് മീനാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. രാവിലെ ഫുഡൊന്നും കഴിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് വയറിനകത്ത് എന്തൊക്കെയോ കളകളാരവം സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും ഞാൻ വീട്ടിലെത്തിയിട്ട് ആദ്യം ഫുഡ് കഴിച്ചു. തീറ്റയും കൂടി മാത്രം കാണിക്കേണ്ടെന്നും പറഞ്ഞാൽ ഞാൻ ഫുഡ് കഴിക്കുന്നതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താഞ്ഞത്. ദോശയും സാമ്പാറുമാണ് കേട്ടോ കഴിച്ചത്. ഇനിയിപ്പോൾ ഈ ബോർഡ് കട്ട് ചെയ്യലാണ് നമ്മുടെ പരിപാടി. ബോർഡ് കട്ട് ചെയ്യണം, സ്റ്റിക്കർ കട്ട് ചെയ്യണം, ഇതിലെല്ലാം ഒട്ടിച്ചിട്ട് അസ്നാക്ക് കൊണ്ടു കൊടുക്കണം. അപ്പോൾ അസ്ന അവിടെ പാക്ക് ചെയ്തിട്ടിട്ടുണ്ട് സാധനങ്ങളൊക്കെ. അപ്പോൾ ഈ ബോർഡിൽ അടിച്ചാലാണ് നമുക്ക് എടുത്തുകൊണ്ട് ഈ കടയിലൊക്കെ കൊണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ ഇപ്പോൾ വീഡിയോയിൽ ഹൈപ്പ് എന്ന് പറയുന്ന സംഭവം വന്നിട്ടുണ്ട്. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ഹൈപ്പും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയും വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴേ നമ്മൾ ലൈവിൽ കയറിയായിരുന്നു. അതുകൊണ്ട് ബാക്കി കട്ട് ചെയ്യുന്ന സംഭവങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല.
ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളെന്നും ലൈവ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും സപ്പോർട്ടാക്കി. പിന്നെ അതുപോലെ ഈ തയ്യൽ മെഷീൻ കണ്ടുകൊണ്ട് എല്ലാവരും ചോദിച്ചു സ്റ്റിച്ചിങ് ഒക്കെ തയ്ക്കുമോ, തയ്യലാണോ ജോലി എന്നൊക്കെ. തയ്ക്കാനൊക്കെ അറിയാം, എല്ലാ ഡ്രസ്സുകളും തയ്ക്കും. പക്ഷേ ഇപ്പോൾ അതിനൊന്നും മെനക്കെടാറില്ല. അപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും ഓൾട്രേഷൻ വർക്ക് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളുമായിട്ട് കാണാം. എല്ലാവർക്കും ബൈ.